ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പഴന്തോട്ടം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. 4 BHK വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി ബാംഗ്ലൂർ സ്റ്റോണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറി ഒരു കിണർ സൗകര്യവും ഇവിടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. കിണർ ഇപ്പോൾ മാർച്ചിൽ ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയം. ആ സമയത്ത് പോലും നല്ല രീതിയിലുള്ള അധികം താഴ്ചയില്ലാത്ത നല്ല കിണറാണ് ഇവിടെ വരുന്നത്. കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. ഇവിടെ നല്ല SUV പോലുള്ള വലിയ വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചും, അതുകൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള സ്പേസാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ വരുന്നത് ഒരു അധികം വലുപ്പമില്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ഒറ്റ പാളിയിൽ തീർത്ത നല്ല തിക്നെസ്സോട് കൂടിയ മനോഹരമായ ഒരു ഡോറും ഇവിടെ നമുക്ക് ഈ വീടിൻ്റെ ലഭ്യമാവുന്നതാണ്. വീടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നല്ല എത്ര വലിയ TV ആണെങ്കിലും വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ TV യൂണിറ്റിന് താഴെയായിട്ട് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട്. ലിവിങ് സ്പേസിൽ നല്ല രീതിയിലുള്ള ഫാൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ 5-6 പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പിന് താഴെയായി ഡൈനിങ് ഏരിയയുടെ അടുത്ത് ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് ഇൻവേർട്ടറൊക്കെ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ വരുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ ലഭ്യമാണ്. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിലും നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചണൊക്കെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ മുകളിലും താഴെയും നല്ല മൾട്ടിവുഡിലാൽ തീർത്ത കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു. നല്ല കളർ കോമ്പിനേഷൻ ഡിസൈനുള്ള ടൈലുകളുമാണ് സൈഡിൽ വാൾ ടൈലിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം താഴെ 2 ബെഡ്റൂം ഉണ്ടെങ്കിലും നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിനാൽ തീർത്ത വാൾഡ്രോബ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ബെഡ്റൂമിലും ഫാൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല ഡിസൈനുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇതിനകത്ത് നൽകിയിരിക്കുന്നു. നല്ല വലുപ്പമാണ് ബാത്റൂമിനുള്ളത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം മീഡിയം വലിപ്പമുള്ളതാണ്, ഒരുപാട് വലിപ്പമില്ല. എന്നാലും ഡബിൾ കോട്ടായ ഒരു ബെഡ് കട്ടിലൊക്കെ കിടക്കാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഇവിടെയും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകളാണ്. വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇതിനോടുകൂടി നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ നമുക്ക് ഗ്രാനൈറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ടൈലുകൾ ബോർഡറായിട്ട് നൽകിയിരിക്കുന്നു. ഇതിലാണ് ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. സ്റ്റീലിൻ്റെ ഇതിലും നൽകി മനോഹരമാക്കി നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്.
സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നമുക്ക് നല്ല അപ്പർ ലിവിങ് ഏരിയയാണ് കിട്ടുന്നത്. നല്ല ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ അപ്പർ ലിവിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല ഫാൾസീലും വർക്കുകളൊക്കെ ചെയ്ത് അപ്പർ ലിവിങ് ഏരിയ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ടൈലുകളൊക്കെ വരുന്നത് 4x2 ആയിട്ടുള്ള നല്ല വൈറ്റ് കളറും ഡിസൈനൊക്കെ കൂടിയുള്ള ടൈലുകളാണ് ഇവിടെ വരുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. 3 പാളിയുള്ള രീതിയിലാണ് ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും നല്ല ഫാൾസീലും വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമും നല്ല വലുപ്പത്തോടു കൂടിയാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ നല്ല 4x2 ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഷവറൊക്കെ നല്ല ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെയും ജാഗ്വാറിൻ്റെ ഒക്കെയുള്ള ഫിറ്റിങ്സ് ആണ് വരുന്നത്. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിൽ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ടോട്ടൽ ഈ വീടിൽ വരുന്നത് 4 ബെഡ്റൂമാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. കൂടാതെ ഇവിടെയും ബെഡ്റൂമിലൊക്കെ ഫാൾസിലും വർക്കുകളൊക്കെ നൽകി നല്ല ഭംഗിയായി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ടൈലുകളൊക്കെ നല്ല കളർ ഡിസൈനിലുള്ള നല്ല ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. നല്ല വലുപ്പത്തിലുള്ള യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിലും നല്ല ചെക്ക് ഡിസൈനിലുള്ള ടൈലുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെയും ഒരു 5-6 പേരെ ഇരുന്ന് സുഖമായിട്ട് നമ്മൾ നല്ല വ്യൂ ഉള്ള ഏരിയയിലേക്കാണ്. നല്ല പാടമൊക്കെ ഉള്ള ഏരിയ ആണ് ബാക്ക് വശം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റീലിലും ഗ്ലാസുകളൊക്കെ നൽകി ബാൽക്കണിയും മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഇവിടെയും നൽകിയിരിക്കുന്നു. 5 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമും 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന 2 യൂട്ടിലിറ്റി സ്പേസുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ബസ് റൂട്ടിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രം അകലെയാണ് ഇത് വരുന്നത്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.